ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പറയുന്നതിന് എനിക്കൊരു മടിയില്ല. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. എല്ലാവരും പറയുന്ന കേട്ടിട്ടേലോ. അപ്പോൾ ഇതിന്ന് മുറിക്കാം. ഇങ്ങനെ മുറിക്കണ്ടേ? മുറിക്കാനൊന്നും അറിയില്ല കേട്ടോ. എന്നാലും എന്താ കളറല്ല, ഇതാ എൻ്റെ നെയിൽ പോളിഷിൻ്റെ അതേ കളർ. ഇത് എൻ്റെ ഇങ്ങനെ മുറിക്കണ്ട. എന്താ കൈ കിട്ടണേ? ഹായ്. ഇവിടെ ഇങ്ങനെ മുറിക്കാമല്ലേ? ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഇതിന് കുറേ ട്രോളെല്ലാം വന്നിട്ടുണ്ടായിരുന്നല്ല. മറ്റേ നഹാനില്ലേ, മറ്റേ കൃഷ്ണകുമാർ ചേട്ടൻ്റെ മകൾ പാവ കൊച്ചു പറയുന്നതെന്നാണ്. എനിക്ക് ആ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അവൾ പറയുന്നത് നമ്മളെ വീട്ടിൽ കുറേ അംഗങ്ങളില്ലോണ്ട് ഇത് കിട്ടിയാൽ ഭയങ്കര സംഭവമാണ്. അതാണ് സാധാരണ ഒരു കാര്യം പറയുന്നത്. പാവ അതിനെ ട്രോളി എത്രയാ ഷോർട്സ് എല്ലാം വന്നിരുന്നറിയാം. അപ്പോൾ അങ്ങനെ ട്രോളേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അവരവരെ വീട്ടിലെ കാര്യമല്ലേ പറയുന്നത്. എനിക്ക് ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ട എന്താ രസം കാണാൻ വേണ്ടിയിട്ട്. ഹാ നല്ല വെൽവെറ്റ് വലിയുണ്ട്. ഓക്കെ, ഇത് രണ്ടും ഇവിടെ വെക്കാം, ഇതൊക്കെ ഇവിടെ വെക്കാം. എന്നിട്ട് എന്നാ ചെയ്യണം? ഇത് മുറിച്ച് പീസാക്കുക വേണ്ടേ? അടക്കട്ടെ. ഇത് കട്ട് ചെയ്യാം അല്ലേ? ഇനി റൗണ്ടിലല്ലേ കട്ട് ചെയ്യണ്ടേ? എന്നാലും ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഓ, അങ്ങനെ ആക്കണ്ടേ? ഓക്കെ. അങ്ങനെ ഞാനിത് ഒരു കല്യാണത്തിന് പറ്റാൻ കഴിച്ചിട്ടുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ വാങ്ങിയിട്ടില്ല. ഇതിന് പ്രത്യേകം ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേറെ ഫ്രൂട്ട്സിൻ്റെ കൂടെ കഴിച്ചുകൊണ്ട് എനിക്കങ്ങനെ മനസ്സിലായില്ലായിരുന്നു. നല്ല ഭംഗിയില്ലേ കട്ട് ചെയ്തിട്ടിട്ട്? നമ്മളെല്ലാത്തിനും ഒരു ഭംഗി കാണണം, അതാ വേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആദ്യമായിട്ട് വാങ്ങിയതുകൊണ്ട് എല്ലാവരും വാങ്ങി കഴിച്ച് ഇഷ്ടം പോലെ അതൊന്നും ഒരു പ്രത്യേകത ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതുകൊണ്ട് ഞാനങ്ങനെ എനിക്കൊരു ചാനലില്ലോണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഗുണഗണങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കണം. അത്ര വ്യക്തമായിട്ടൊന്നും അറിയില്ല സംഭവം. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നോക്കട്ടെ. പറയുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ടേസ്റ്റുകളൊന്നുമില്ല. ഇത് എങ്ങനെയുണ്ട്? ഇത് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അങ്ങനെയാണ് കുട്ടികളെ ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ എനിക്ക് ഇതൊക്കെ ഇടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഓരോരാളും അവരവരെ സന്തോഷം കണ്ടെത്തുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കുമല്ലേ. എനിക്ക് എൻ്റെ സന്തോഷം ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ ഓരോരാളും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അതാണ് എൻ്റെ പോളിസി. ഓക്കെ, താങ്ക് യു.